ഹായ് ഓൾ വെൽക്കം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു അടിപൊളി ഒരു സാധനം കാണിച്ചു തരാം കേട്ടോ. ഒരു സർപ്രൈസ് ആണ്. ഇതാ, എങ്ങനെയുണ്ട് ഇത്? കൊള്ളാമോ? ഞാൻ ബഹ്റിൻ നിന്ന് നാട്ടിലേക്ക് വന്നപ്പോൾ എൻ്റെ ഫ്രണ്ട് എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാ കേട്ടോ. സ്നേഹ സ്നേഹ രാജേഷ് ആണ് എനിക്ക് എന്താ പറയുക, ഞങ്ങളുടെ ഈ ഫാമിലി ഫോട്ടോ വരച്ച് തന്ന്. അടിപൊളിയായിട്ടുണ്ടല്ലേ? ഇത് എങ്ങനെയുണ്ടെന്ന് നിങ്ങളുടെ അഭിപ്രായം പറയണം കേട്ടോ. എൻ്റെ ഫേസ് അതുപോലെ വന്നിട്ടുണ്ടോ, അനീഷേട്ടൻ്റെ അങ്ങനെയുണ്ടോ, മോൻ്റെ ഫേസ് അതുപോലെ ഉണ്ടോ എന്നൊക്കെ പറയണം കേട്ടോ. പിന്നെ അപ്പോൾ സ്നേഹയ്ക്ക് ഞാൻ ഈ വീഡിയോയിലൂടെ ഒത്തിരി താങ്ക്സ് പറയാണ് കേട്ടോ. അപ്പോൾ സ്നേഹ ബഹ്റിനിലുള്ള ഒരു ആർട്ടിസ്റ്റാണ്, ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ടീച്ചറാണ് കേട്ടോ. അപ്പം ബഹ്റിനിലുള്ള ആർക്കെങ്കിലും ആർട്ടിന് ടീച്ചർ വേണമെന്നുണ്ടെങ്കിൽ സ്നേഹയുടെ നമ്പർ വേണമെങ്കിൽ ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ. പിന്നെ ഇത് നമ്മുടെ ടെറസാണ് കേട്ടോ. അപ്പം ഇവിടെ ആ കണ്ണിമാങ്ങയൊക്കെ പൂത്ത് നിൽക്കുന്നുണ്ട്. വലിയ മാങ്ങ ഉണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഈ മാങ്ങ പറിച്ച് അച്ചാറിടാൻ പറ്റുമോ? പിന്നെ ഞങ്ങളുടെ ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. ഇതേ അങ്ങ് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാടമൊക്കെ കാണാൻ പറ്റും കേട്ടോ. അടിപൊളിയായിട്ടുള്ളൊരു സ്ഥലമാണ്. നിറയെ പാടങ്ങളും വയലുകളും ഒക്കെ നിറഞ്ഞിട്ടുള്ള സൂപ്പർ ഒരു ഗ്രാമപ്രദേശമാണ് കേട്ടോ നമ്മുടെ ഇത്. ഞാൻ ഇത് കൊണ്ടുവച്ചിട്ട് വരാം. അപ്പൊ ഇവിടെ ഈ മാവിന്റെ പൂവ് ഇങ്ങനെ വീണെടുക്കുന്നുണ്ടാ. ഞാനിതൊന്ന് അടിച്ചു വാരുകയാണ്. അടിച്ചു വാരിയ. താങ്ക് യു മൂത്ത, താങ്ക് യു. മൂത്ത പോയി. കുയിലിന്റെ സൗണ്ട് കേക്കാട്ട്. കുയിലിന്റെ റിപ്ലൈ ഇല്ലല്ലോ. പിന്നെ ഇവിടെ ഒരു സംഭവം ഉണ്ട് കേട്ടോ. ഇത് കണ്ടോ? ഇവിടെ ഒരു കോഴീനെ കെട്ടി ഞാത്തിയിട്ടുണ്ട് കേട്ടോ. എന്തിനാന്നറിയോ? മറ്റേ മരം കുത്തി വന്നിട്ട് ഈ ഗ്ലാസ് വന്ന് കുത്തും. കാരണം അതിന്റെ തന്നെ ചിത്രം ഇവിടെ പ്രതിഫലിച്ച് കാണുമല്ലോ. അങ്ങനെ ഭയങ്കര കൊത്തലാണ് കേട്ടോ മരം കുത്തി. അപ്പൊ അങ്ങനെ ഈ മരം കുത്തി കൊത്താണ്ടിരിക്കാൻ വേണ്ടിട്ട് ഇതിനെ ഇവിടെ കെട്ടി ഞാത്തിട്ടുണ്ടാവും. ഇപ്പൊ കൊത്തലില്ലാന്ന് തോന്നുന്നുണ്ട് അല്ലേ? അങ്ങനെയൊക്കെയാണ്. അപ്പം നമ്മുടെ ഗ്രാമം കണ്ടോ? സൂപ്പറാട്ടോ, അടിപൊളിയാണ്. ഞാൻ ഇനി അവിടെ പോയിട്ട് വ്ളോഗൊക്കെ ചെയ്യാം കേട്ടോ. അപ്പം ഇന്നത്തെ ഒരു കുഞ്ഞു വ്ളോഗാണ്. ഇത്രയ്ക്കുള്ളൂ. അപ്പോൾ നമ്മൾ താഴെ പോവാണ് കേട്ടോ. താഴെ അനീഷേട്ടൻ ഫോട്ടോ എന്താ പറയുക, ചുമരുമ്മ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതാ ഇവിടെയാണ്. അപ്പം ഇവിടെയാണ് കേട്ടോ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഭയങ്കര ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരു 3D പിക്ചർ പോലെ ഉണ്ട്. സ്നേഹ, താങ്ക് യു സോ മച്ച്. എനിക്കിവിടെ ചെറിയൊരു ഗാർഡനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഇവിടെ നിന്ന് ബഹ്റൈനിലേക്ക് പോണേക്കാളും മുമ്പ് കേട്ടോ. അപ്പം ഇപ്പോൾ ഇവിടെയാണ് കേട്ടോ ചെടികളൊക്കെ വെച്ചിരിക്കുന്നത്. ആക്ച്വലി ഞാൻ മുമ്പ് വെച്ചിട്ടുണ്ടായിരുന്നത് ഇവിടെയാണ്. അപ്പം ഇവിടെ വെയിലായതുകൊണ്ടാട്ടോ ഇപ്പം ഇവിടേക്ക് വെച്ചിരിക്കുന്നത്. അപ്പം ഞാൻ വീണ്ടും തിരിച്ചത് ഇവിടെ തന്നെ കൊണ്ടുവയ്ക്കാൻ പോവാണ് കേട്ടോ. അപ്പം കണ്ടോ, നല്ല തിക്കാണ്, നല്ല ലഷായിട്ട് വളരുന്നുണ്ട് കേട്ടോ ഇത്. നീ വന്ന് കാണിച്ചോ? നീ എടുത്തോ അതിനാട്ടെ? ഇപ്പം എടുത്ത് വയ്ക്കും തിരിച്ച്. വീഡിയോ എടുക്കാനാ. ഇങ്ങനെയാണ്. ഈ അപ്പുറ സൈഡില് കുറച്ച് ചെടി കൂടി ഉണ്ട്. ഇത് അരക്ക പാമാട്ടോ.
ഇതൊക്കെ ആ സെയിം ചെടികൾ തന്നെയാണ്. ഇത് മണി പ്ലാന്റിന്റെ വേറൊരു വെറൈറ്റി കേട്ടോ. പിന്നെ ഇതൊക്കെ സെറ്റ് ചെയ്യണം, റീപോർട്ട് ചെയ്യണം. ഇപ്പോൾ റീപോർട്ടൊക്കെ ചെയ്യുന്ന വീഡിയോ നമുക്ക് ചെയ്യാം കേട്ടോ. പിന്നെ ഇതിൻ്റെ പേരൊക്കെ മറന്നു. ആ കൊറോണ ടൈമിലുണ്ടല്ലോ, കേസിൽ കാട്ടി, ആ കൊറോണ ടൈം ഉണ്ടല്ലോ, കൊറോണ ടൈമിൽ എല്ലാവർക്കും ഭയങ്കര ചെടി പ്രാന്തായിരുന്നില്ല. ആ സമയത്ത് എനിക്കും ചെടികളോട് ഭയങ്കര ക്രൈസ് ആയിരുന്നു കേട്ടോ. അപ്പം അന്ന് കാടും മേടും ഒക്കെ താണ്ടിയിട്ട് ഞാൻ പറിച്ചെടുത്ത ചെടികളാണ് കേട്ടോ ഇത്. കുറച്ച് നോക്കാത്തതിൻ്റെ, വളമൊക്കെ ഇടാത്തതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. എനിക്ക് ഇതിനും കുറേ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഇത്ര നാൾ നമ്മൾ നോക്കാത്ത കാരണമാണ് ഒക്കെ പോയത്. പിന്നെ ഇവിടെ നമുക്ക് ഇവിടെ ഒരു താമരക്കുളമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അതൊക്കെ സെറ്റാക്കണം ആദ്യം. ഇപ്പൊ ഒക്കെ കേടുവന്നു കേട്ടോ. ആ പിന്നെ ഇവിടെ ഇത് നന്നായിട്ട് തന്നെ ഉണ്ടായി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല വെയിലുണ്ടല്ലോ കാണാനായിട്ട്. പുകയില്ല, അടിപൊളിയായിട്ട് പടർന്നു വന്നിട്ടുണ്ട് കേട്ടോ. ആ പൊട്ടിക്കാം. പിന്നെന്താണ്, ഇവിടെ നമുക്കൊരു ജാതിക്ക മരം ഉണ്ട് കേട്ടോ. ജാതിക്ക ഉണ്ടായി നിൽക്കുന്നുണ്ട്. അപ്പം നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഇവിടെ നിന്ന് വൈൻഡപ്പ് ചെയ്യാം. ഈ പൂക്കളുടെ ഇടയിൽ നിന്ന് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ. അപ്പം നമ്മൾ ഇന്ന് ഒരു കുഞ്ഞു വ്ളോഗ് എടുത്ത് നോക്കിയതാട്ടോ, എങ്ങനെയാണ് വ്ളോഗ് എടുത്തുണ്ടാവുക എന്നുള്ളത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പം വീഡിയോ ഇതുവരെയും കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു.